മതി മതി, ബാക്കി പറയണ്ട. എനിക്കത് കേൾക്കണ്ട, എനിക്കവിടെ കാണണ്ട. പോലീസുകാരുടെ കൂട്ടത്തിൽ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. ഇതൊരു മഹാത്ഭുതമാണല്ലോ. അയാൾക്ക് എന്റെ ഭർത്താവിനെ നന്നായി അറിയാം. അദ്ദേഹമാണ് ഈ കുറിപ്പം തന്നെ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഫയൽ നമ്പർ 47. 47? Oh, in reference to living memory of Queen Elizabeth, dated 15th of August 1947. ഔ, നല്ല പഴക്കമുണ്ടല്ലോ. ഇതലടിച്ച് തീർന്നിരിക്കും. അങ്ങനെ പറയരുത്. ഞങ്ങളോട് ദയവുണ്ടാവണം. ഞാൻ അങ്ങയുടെ കാല് പിടിക്കാം. അങ്ങനെ വഴിക്കുക. സാർ, ഇത്തരം പ്രധാനപ്പെട്ട ഫയലുകളൊക്കെ സാറ് സാധാരണ ഫ്ലാറ്റിലാണല്ലോ സൂക്ഷിക്കാറ്. ഞാനതങ്ങ് മറന്നു. ജോലി തിരക്കില്ലേ? വെരി കറക്റ്റ്. നീ ഒക്കെ എന്റെ ഫ്ലാറ്റിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. മതി, നമുക്ക് ആ ഫയൽ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തല്ലേ. എന്താ സാർ, ഇവർ വരുന്നത് തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഭയപ്പെടാതെടോ, സാറിനിപ്പോ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. അവധി കോപ്പി എനിക്ക് അല്പം ചുണ്ണാമ്പ് വേണം. ചുണ്ണാമ്പ്? ഓക്കെ. ചുണ്ണാമ്പ്? അതെന്തിനാ ഈ ചെറുപ്രായത്തിൽ? യക്ഷികൾ ആദ്യം ചുണ്ണാമ്പ് ചോദിക്കും, പിന്നെ അത് കൊടുത്തവന്റെ ചോര കുടിക്കും. മതി, ഞാൻ അങ്ങോട്ട് വരില്ല. പിന്നെ ഭഗതിക്ക് എന്തിനാ വറ്റൊരു ചുണ്ണാമ്പ്? നന്നായി ഒന്ന് മുറുക്കി ചുവപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കി ഒന്ന് കാർക്കിച്ച് തുപ്പാൻ. ഹലോ പോലീസ് സ്റ്റേഷൻ. ഹലോ ഹലോ പോലീസ് സ്റ്റേഷൻ. ഹലോ. എന്റെ ഫയലിന്റെ കാര്യം. ഫയൽ ഫയൽ കാര്യം നേടാൻ കഴിവതും വേഗം കഴുതക്കാല് പിടിക്കണം. കാര്യം നേടും വരെയും നമ്മൾ കഴുതകളാകണം. നമ്മൾ കഴുതകളാകണം. ഇതൊരുമാതിരി എരുന്നാട് തുറക്കുന്ന ഏർപ്പാടാണല്ലോ. ഇന്നലെ ആകപ്പാടെ കിട്ടിയ നൈറ്റ് കളക്ഷനാണ്. ഓ, ശമ്പളം. അപ്പോ ശമ്പളം നല്ല സമ്പാദ്യം കാണുമല്ലോ. പിന്നെ നല്ല സമ്പാദ്യമാണ്. സ്വത്തുപണി കഴിഞ്ഞാൽ പിന്നെ മരുന്നിന് തികയില്ല. പോയ വകയിൽ രൂപ 4 ലക്ഷമാണ് കടം. മകൻ അക്കരെയാണല്ലേ? എങ്കിൽ ഏമാന്റെ റേറ്റ് കൂടും. അവൻ അക്കരെ കിട്ടിയില്ല. അതെ, അക്കാലമാണ് മരിച്ചാതിച്ചു കളഞ്ഞു. എന്റെ മകനും പോയി, എന്റെ രൂപയും പോയി. ഇതിന്റെ പാടില്ല. പോലീസുകാരനാണല്ലോ. കാര്യം നേടാൻ കഴിവതും വേഗം കഴുതക്കാല് പിടിക്കണം. കാര്യം നേടും വരെയും നമ്മൾ കഴുതകളാകണം. നമ്മൾ കഴുതകളാകണം. എന്റെ കൊടുങ്ങല്ലൂർ അമ്മേ, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നിങ്ങളുടെയൊക്കെ വീട്ടിൽ പെണ്ണുങ്ങൾ മാന്യമായി ജീവിക്കുന്നത് ഇതുകൊണ്ടാണല്ലോ. കൈക്കൂലിയൊന്നും അല്ല, പാരിതോഷികം.
നടപ്പിലാക്കി സമുദ്ധരിക്കുക എന്ന ബൃഹത് പദ്ധതിയുടെ ഭാഗമായി ഭവതിയുടെ അപേക്ഷ പരിഗണിച്ച് ഭവതിയുടെ ഭർത്താവിന് വേണ്ടി എന്തൊക്കെ പദ്ധതികൾ നടപ്പാക്കിയെന്നും ഇനി എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കണമെന്നും ഭവതിയുമായി നേരിട്ടിടപെട്ട് എങ്ങനെ നേരിട്ടിടപെട്ട് ആലോചിക്കുന്നതിന്റെ ഭാഗമായി മതി, ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? അതായത് ഭവതിയുടെ ദീനം പിടിച്ച പരാതി എന്റെ മന്ത്രാലയത്തിലെത്തിയ ഉടനെ തന്നെ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചെന്നറിയാമോ? ആദ്യം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അന്വേഷണ ഉത്തരവിട്ടു. റിപ്പോർട്ട് സെക്രട്ടറിക്ക് കൊടുത്തു. സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി കൊടുത്തു. ജോയിന്റ് സെക്രട്ടറി ലീഗൽ സെക്രട്ടറി കൊടുത്തു. ലീഗൽ സെക്രട്ടറി ഡെപ്യൂട്ടി സെക്രട്ടറി കൊടുത്തു. ഡെപ്യൂട്ടി സെക്രട്ടറി ചീഫ് സെക്രട്ടറി കൊടുത്തു. അങ്ങനെ ഒരു വലിയ ഫയൽ തന്നെ ഓപ്പൺ ചെയ്ത് വനം വകുപ്പിന്റെ പരിഗണനയ്ക്ക് അയച്ചു. വനം വകുപ്പിൽ നിന്ന് തോട്ടം വകുപ്പിലേക്ക്, തോട്ടം വകുപ്പിൽ നിന്ന് സാംസ്കാരിക വകുപ്പിലേക്ക്. ഓരോ വകുപ്പും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് കൈ കഴുകി അല്ലെങ്കിൽ തന്നെ മൃതപ്രായമായ സാംസ്കാരിക വകുപ്പിന് ഇനി ഈ മരവും കൂടി കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ? സാംസ്കാരിക വകുപ്പിൽ നിന്ന് വകുപ്പില്ലാ വകുപ്പിലേക്ക്. പക്ഷേ എന്നെ മന്ത്രിയാക്കിയ പാവം ജനതയോട് ബാധ്യതയുണ്ട് എന്ന ഉത്തമ ബോധ്യമുണ്ട് എന്ന് ഈ അവസരത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തിയോ? എന്തുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടില്ല? ഞാൻ ചോദിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. സർക്കാരിന്റെ പ്രതിച്ഛായ ബോധപൂർവ്വം മോശമാക്കാൻ ചില അടിമ രാഷ്ട്രീയക്കാർ നിങ്ങളുടെ ഭർത്താവിന്റെ ദേഹത്ത് മനഃപൂർവ്വം മറിച്ചിട്ടല്ലേ ഈ മരം. പക്ഷേ മരം എനിക്കൊരു പ്രശ്നമേ അല്ല. മനുഷ്യനാണ് പ്രശ്നം, പാവപ്പെട്ട മനുഷ്യൻ. അതുകൊണ്ട് തന്നെ BPL-കാർക്ക് സൗജന്യമായി മൊബൈൽ ഫോണുകൾ നൽകാനുള്ള പദ്ധതി നിങ്ങൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു. അതിനാൽ പാവങ്ങളുടെ മേൽ ഇനിമേൽ മരം വീഴുകയാണെങ്കിൽ ഉടനെ തന്നെ ബന്ധുക്കളെ വിളിച്ച് ചിതയൊരുക്കാനുള്ള നടപടികൾ പറയാവുന്നതാണ്. അങ്ങനെ ഒരു മരം വീണാൽ മറ്റൊരു മരവും കൂടി നഷ്ടമാകുമെന്ന തിരിച്ചറിവിൽ പാവങ്ങളുടെ ദേഹത്ത് വീഴാൻ ഏത് മരവും ഒന്ന് പേടിക്കും. സൗജന്യ മൊബൈൽ ഫോണുകൾക്ക് നേരെ വരുന്ന വിമർശനങ്ങൾക്ക് തൃപ്തികരമായ ഒരു മറുപടി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ആ മരം എടുത്ത് മാറ്റുന്നില്ലേ? അല്ലെങ്കിൽ തന്നെ കടക്കണിയിൽപ്പെട്ട രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഭവതി ഒട്ടും ചിന്തിക്കാത്തത്? ഞാൻ ലോകബാങ്കിന്റെ അടിയന്തര സഹായത്തിന് അപേക്ഷിച്ചു കഴിഞ്ഞു. തൽക്കാലം മരം അവിടെ കിടക്കട്ടെ. പകരം മനുഷ്യരെ രക്ഷപ്പെടുത്തി പുറത്തെടുക്കാൻ ഒരു മഹാനായ ഡോക്ടറെയാണ് അവർ ഇങ്ങോട്ട് അയച്ചു തന്നിരിക്കുന്നത്. ഇതാ ഇദ്ദേഹമാണ് ഡോക്ടർ ഡെങ്കൽ, IMF USA. ഇദ്ദേഹത്തെ പറയാനുള്ളത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. I am Dr. Duncan, IMF USA. ഞാൻ ഭാരതീയനാരിയിൽപ്പെട്ട ഭവതിയുടെ ഭർത്താവിനെ അത്ഭുതകരമായി രസപ്പെടുത്തുവാനുള്ള പുതിയ പേറ്റന്റ് ഫോർമുലയുമായാണ് വന്നിരിക്കുന്നത്. G7 യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഫോർമുല. ഇതൊക്കെ എന്തിനാ